ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത് ഇപ്പൊ തിയേറ്റർ റിലീസായിട്ട് വന്നിട്ടുള്ള മൂവിയാണ് പ്രതിച്ഛായ. അതിൽ നമ്മുടെ നിവിൻ പോളി, ബാലേന്ദ്ര മേനോൻ, ഷറഫുദ്ദീൻ, മണിയമ്പിള്ള രാജു, ആൻ അഗസ്റ്റിൻ, അങ്ങനെ കുറച്ച് കാസ്റ്റിംഗ് ആണ് സിനിമയ്ക്കകത്തുള്ളത്. സിനിമ റൈറ്റ് ചെയ്തിട്ടുള്ളതും നമ്മുടെ ഉണ്ണികൃഷ്ണൻ തന്നെയാണ്. സിനിമ ഒരു പക്ക പൊളിറ്റിക്കൽ ത്രില്ലർ മൂവിയാണ്, ഒരു പൊളിറ്റിക്കൽ ഡ്രാമ എന്ന് വേണമെങ്കിൽ പറയാം. പക്ക പൊളിറ്റിക്കൽ മൂവിയാണ്. നമ്മുടെ ഈ കേരളത്തിലെ പൊളിറ്റിക്സും കാര്യങ്ങളും എല്ലാം അതുപോലെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു മൂവിയാണ്. പിന്നെ എനിക്കതിൽ ആർക്കിട്ടോ അങ്ങനെ കുത്തിയതായിട്ടോ അങ്ങനെ ആർക്കിട്ടോ അങ്ങനെ എന്താ പറയാ പ്രത്യേകം ഒരു പാർട്ടിയെ ലക്ഷ്യം വെച്ച് അങ്ങനെ പറയുന്നതായിട്ടൊന്നും എനിക്ക് സിനിമ അങ്ങനെ ഫീൽ ചെയ്തില്ല. എല്ലാം ആ ഒരു രീതിക്ക് തന്നെ ഒരു പൊളിറ്റിക്കൽ ഒരു സിനിമ എന്നുള്ള രീതിക്ക് തന്നെയാണ് അത് പറഞ്ഞു പോകുന്നത്. ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും അതിൽ ആർക്കിട്ട് അങ്ങനെ കുത്തുന്ന പരിപാടിയോ അങ്ങനെയൊന്നുമില്ല. ഒരു സിനിമാറ്റിക് രീതിക്ക് തന്നെയാണ് ആ സിനിമ പറഞ്ഞു പോകുന്നത്. അപ്പം ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നത് കേട്ടു ചില പാർട്ടികളെ കുത്താനാണ് അങ്ങനെയൊക്കെ. എനിക്ക് പക്ഷെ അങ്ങനെ ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. കറക്റ്റ് ഒരു സിനിമാറ്റിക് രീതിക്ക് തന്നെയാണ് ആ സിനിമ പോയിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ത്രില്ലിംഗ് പരിപാടിയും, പക്ഷെ ഭയങ്കര പ്രെഡിക്റ്റബിൾ ആണ് സിനിമ. ഭയങ്കര പ്രെഡിക്റ്റബിൾ ആണ്. നമ്മൾ തുടക്കം കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ ഇനി സംഭവിക്കാൻ പോകുന്നത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അത്രയും പ്രെഡിക്റ്റബിൾ ആണ് സിനിമയിലെ സ്റ്റോറി. ഇന്റർവെല് വരെ അതിനുശേഷമാണ് പിന്നെയും കുറച്ച് മാറ്റം വരുന്നത്. അതുവരെയും പക്ക പ്രെഡിക്റ്റബിൾ ആണ് സിനിമ പോകുന്നത്. പിന്നെ ബാലേന്ദ്ര മേനോനൊക്കെ അടിപൊളിയായിരുന്നു, കിടിലം പെർഫോമൻസ് ആയിരുന്നു. നമ്മുടെ നിവിൻ പോളി ആയാലും നമ്മുടെ ബാലേന്ദ്ര മേനോനായാലും ഷറഫുദ്ദീൻ ആയാലും എല്ലാവരും കിടിലം പെർഫോമൻസ് ആയിരുന്നു. ബാലേന്ദ്ര മേനോനൊക്കെ അടിപൊളിയായിരുന്നു. ഒരു മുഖ്യമന്ത്രിയായിട്ടാണ് ബാലേന്ദ്ര മേനോൻ വന്നിട്ടുള്ളത്. നമ്മുടെ നിവിൻ പോളി അച്ഛനായിട്ടാണ്. അപ്പോൾ കിടിലം പെർഫോമൻസ് ആയിരുന്നു പുള്ളിക്കാരൻ. എൻ്റെ അകത്ത് നല്ല രസം. കുറെ നാൾക്ക് ശേഷമാണ് ബാലേന്ദ്ര മേനോൻ ഇങ്ങനെ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു സിനിമയ്ക്കകത്ത്. നിവിൻ പോളി അടിപൊളിയായിട്ട് ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നെഗറ്റീവ് ഷെയ്ഡിൽ വന്നിട്ടുള്ളത് ഷറഫുദ്ദീനാണ്. ഷറഫുദ്ദീൻ ഒരു വില്ലനായിട്ടാണ് സിനിമയ്ക്കകത്തുള്ളത്. സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഗോകുലം ഗോപാലനാണ്.